നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുന്ന PT അജയ് മോഹൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും കക്കാട് ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് PT അജയ് മോഹൻ കളത്തിലിറങ്ങുന്നത്. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ PT മോഹനകൃഷ്ണന്റെ മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ അജയ് മോഹൻ തന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് മണ്ഡലത്തിൽ സജീവമാകുന്നത്. പ്രമുഖ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ചയും നടത്തി. ക്ഷേത്രദർശനത്തിന് ശേഷം മുൻ നഗരസഭാ ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CV ബേബിയുടെ വസതിയിലാണ് ആദ്യമെത്തിയത്. ഏറെ നേരം ബേബിയുമായി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് കാണിപ്പൂർ മനയിലെത്തി അനുഗ്രഹം വാങ്ങിയ ശേഷം അദ്ദേഹം മണ്ഡലത്തിലെ വിവിധ ആശുപത്രികളിലും പര്യടനം നടത്തി. കുന്നംകുളത്ത് വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം സംസ്ഥാനത്ത് UDF ഭരണത്തിലെത്തുമെന്നും വ്യക്തമാക്കി. 10 വർഷം നമ്മൾ കേരളത്തിൽ പിന്നോട്ട് വലിച്ച ഒരു സർക്കാർ. ഞാൻ ഒരു അമ്പലത്തിൻ്റെ നടുക്കിൽ നിന്നാണ് പറയുന്നത്. വിശ്വാസികൾക്ക് എതിരെ അയ്യപ്പനടക്കം കക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്, കാർഷിക മേഖലയെ തകർത്തൊരു ഗവൺമെൻറ്, സഹകരണ മേഖലയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സഹകരണ മേഖലയിൽ നടത്തിയ അഴിമതി, ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധി UDF അധികാരത്തിൽ വരില്ല. ആ UDFനെ വിജയിപ്പിക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, KSU തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, നിയോജകമണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് എന്നിവരും ജയ്സിംഗ് കൃഷ്ണൻ, ഷാജി ആലിക്കൽ, MS മണികണ്ഠൻ, റോഷിത് ഓടാട്ട് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങൾ, കോളേജുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരും.